നിന്റെ ലൈസൻസ് എവിടെയാടാ? ലൈസൻസ് ഒന്നും ഇല്ല. അതിന് ലൈസൻസ് ഇല്ലാതെ വണ്ടിയും കൊണ്ട് പോരൊന്നും അറിയത്തില്ലേ? നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത വണ്ടിക്കാണോ ലൈസൻസ്? ഹെൽമെറ്റ് എന്തി കൊണ്ട് ഞാൻ കേസ് എടുക്കും. നമ്പർ എവിടെ പോയതാ? ഞാൻ വീട്ടിലോട്ട് കുറച്ച് ബീഫ് മേടിക്കാൻ പോയതാ. ഇപ്പൊ ബീഫ് തിന്നണം. ഉണ്ടാക്കിയാലോ? ബീഫ് വെച്ച് തന്നെ ഞാൻ ഉണ്ടാക്കുകയല്ല, ഉണ്ടാക്കണം. അതൊക്കെ അമ്മയോട് പറഞ്ഞേച്ചാ മതി. എന്നാ ഇന്ന് അച്ഛൻ ഉണ്ടാക്കും. ഉണ്ടാക്കിക്കും. പെരയടിക്കേണ്ടതാ. അതെ അതെ അതെ. ഇന്നത്തേന് വെറുതെ വിട്ടേക്കുന്നു. ലീല ടിപ്സ് ആൻഡ് വ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതെ, ചെടിയൊക്കെ വളമൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ നല്ല വ്യത്യാസമുണ്ടല്ലോ ഇലയൊക്കെ വരുന്നത്. അതെ കണ്ടോ, കുഴപ്പമില്ല, പൂവൊക്കെ ആവുന്നുണ്ട്. ഇന്നേ അച്ചമ്മച്ചിക്കും അമ്മയ്ക്കുവേ അമ്മ മടുത്തു ഇരിക്കുക, അച്ചമ്മച്ചിക്ക് കൈയൊക്കെ മുറിഞ്ഞിരിക്കുവല്ലേ. അപ്പൊ ഇന്ന് അച്ഛൻ ഉണ്ടാക്കണം കറി. അത് കൊള്ളാലോ. എനിക്ക് വൈകുന്നേരം കുറച്ച് പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട്. അച്ഛൻ ഉണ്ടാക്കണം കറി. നീയും കൂടെ കൂടുവാണെങ്കിൽ ഞാൻ കൂടാ, നമുക്ക് ഉണ്ടാക്കാം. എന്നാ അവരെ ഇന്ന് റെസ്റ്റിന് വിട്ടേക്കാം അല്ലേ? റെസ്റ്റിന് വിട്ടേക്കാം. വൈകുന്നേരം നമുക്ക് സെറ്റ് ചെയ്യാം. പിന്നെ അങ്ങനെ ഇതിനകത്തോട് ഇഷ്ടം പോലെ കിടപ്പുണ്ട് കേട്ടോ. ഈ സൈഡ് കണ്ടോ, ഈ സൈഡിൽ ഇഷ്ടം പോലെ ഇറങ്ങിയാലേ പറിക്കത്തുള്ളൂ. ഇവിടെ കുറെ ഉണ്ട്. ഈ സൈഡ് ഇഷ്ടം പോലെ കിടപ്പുണ്ട്. അതെ, ഞാൻ ഈയിടെ മഴ ആയതുകൊണ്ട് അപ്പുറത്ത് ഇറങ്ങിയില്ലായിരുന്നു. ആണോ? ഇവിടെ നിന്ന് എത്തുന്നൊക്കെ പറിച്ചു. ഇഷ്ടം പോലെ ഉണ്ട്. നല്ല ടേസ്റ്റാ കേട്ടോ ഈ പയർ കഴിക്കാൻ. ഇത് ഈയിടെ ഇതിന്റെ തന്നെ ഞാൻ പൊളിച്ച് തോരൻ വെച്ചില്ലായിരുന്നു. അരി മാത്രം. അത് നല്ല ടേസ്റ്റ് ആയിരുന്നു. ഇതിപ്പോ പിഞ്ചുണ്ടേ, പിഞ്ചുള്ളോ നല്ല അരി. തീർത്ത് പിഞ്ച് പറിക്കണ്ട, അല്ലാത്തൊക്കെ കൂടെ പറിച്ച് അരിഞ്ഞ് തോരൻ വെക്കാം. നല്ല അടിപൊളി ടേസ്റ്റാ. ഇതിനകത്ത് കോഴിയൊക്കെ കിടപ്പുണ്ട്. ഇനി അപ്പി പറിക്കണം. ഇതേ ഇഷ്ടം പോലെ ഉണ്ട്. ഈ സൈഡ് കുറേ ഉണ്ട്, വിളഞ്ഞു വരുന്നതും ഉണ്ട്. മതി, ഒരു കറിക്കുള്ളതായി. ആവശ്യം പിഞ്ചാ കിടക്കുന്നത്. കുറേ ഉണ്ട്, കുറേ പറിച്ചായിരുന്നു. നമ്മുടെ ആ പച്ചമുളകേന്നേ, പച്ചമുളക് മുഴുവൻ കാടിനകത്താണ് പോയി. ഒരു 3-4 നല്ല മുളക് ഇഷ്ടം പോലെ നിൽപ്പുണ്ട് മൂത്തത്. വൈകുന്നേരത്തെ നമ്മുടെ ബീഫ് പെപ്പർ മസാലയ്ക്ക്. പെപ്പർ മസാലയാണോ? ബീഫ് പെപ്പർ മസാല അടിപൊളി ടേസ്റ്റിൽ സൂപ്പറായിട്ട് നമ്മൾ ഉണ്ടാക്കി തരുന്നതായിരിക്കും. ഇതെല്ലാം എല്ലാ ദിവസവും വേണമെന്ന് പറഞ്ഞ് പിന്നെ കിടന്ന് അലമുണ്ടാക്കിയല്ലേ ഒരു പ്രാവശ്യം. ഓവർ കോൺഫിഡൻസ് കേട്ടല്ലോ. ബിസിലെങ്ങാനും കൂടി പോയി കരിയണം. നല്ല പച്ചമുളക് ആണോ? നല്ല അടിപൊളി സാധനല്ലേ. കയ്യാലമേളി കൊണ്ടുപോയി വെച്ചെന്നേ ഉള്ളൂ. അത് പറഞ്ഞിട്ട് കാര്യമില്ല, അത് നമുക്ക് ബാക്കിയും കൂടെ പറിക്കാം. നമ്മുടെ ബീഫ് പെപ്പർ മസാലയ്ക്കുള്ള പച്ചമുളക് എല്ലാം പറിച്ചു വരച്ചിട്ടുണ്ട്. ഇനി അച്ചയുടെ കലാവിരുതൊക്കെ നമുക്ക് അത് വൈകുന്നേരം കാണാം കേട്ടോ. വൈകുന്നേരം നോക്കട്ടെ, ഞാൻ ഇന്നലെ അടിപൊളിയായിട്ട് ഉണ്ടാക്കി തരാം. നീ എന്നാ പറഞ്ഞ ഓവർ കോൺഫിഡൻസ്. അപ്പൊ കുഞ്ഞേ, അപ്പൊ നമുക്ക് നമ്മുടെ ബീഫിന്റെ പരിപാടി തുടങ്ങിയേക്കാം അല്ലേ? തുടങ്ങിയേക്കാം. എന്നാ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ആ ബീഫ് നല്ലപോലെ റെഡിയാക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ബീഫെല്ലാം സെറ്റ് ആയിട്ടുണ്ട്. നല്ലപോലെ റെഡിയാക്കി കഴുകി വൃത്തിയാക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഈ ഉരുളിക്കകത്താണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഇന്ന് നമ്മൾ സെറ്റ് ആക്കാൻ വേണ്ടി കുക്കറിലല്ലേ വെക്കുന്നത്. ഉരുളിക്കകത്ത് ഏതായാലും കുറച്ച് സമയം എടുക്കും, പക്ഷെ നല്ല സെറ്റപ്പായിട്ട് കിട്ടണം. നല്ല ടേസ്റ്റ്. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഉരുളി ചൂടായി വരുമ്പോഴത്തേക്കിനും എണ്ണ ഒഴിക്കണ്ടേ? എണ്ണയൊന്നും വേണ്ട. അതിന് മുന്നേ ഈ സംഭവം ഒന്ന് വേവിച്ചെടുക്കണം. വേവിച്ചെടുത്ത് കഴിഞ്ഞിട്ടാണ് പിന്നെ അടുത്ത പരിപാടി. അത് കൊള്ളാം, കൈക്കൂലിയാവും. നല്ലോണം ഉണ്ടാക്കി തരാം അല്ലേ? എന്നാ ഇട്ട് കൊടുത്തേക്കാം. കോപ്പി ആ മഞ്ഞൾ പൊടിയും ഉപ്പും കൂടി ഇങ്ങനത്തെ. അവിടെ ഒന്നും അല്ല, അവിടെ 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 കുറച്ചുകൂടി ലെഫ്റ്റി. ഇതാണ്. അപ്പോൾ നമ്മളെ ബീഫിനകത്ത് മഞ്ഞൾ പൊടിയും ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇത് പിടിച്ച് നമുക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഈ ഉപ്പും മഞ്ഞൾ പൊടിയും കൂടി ഇതായാലൊന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കി ഇവിടെ ഇരുന്ന് വേകട്ടെ. എന്നാൽ നമ്മൾ ഇട്ട മഞ്ഞളും ഉപ്പും കൂടെ നല്ലപോലെ മിക്സ് ആക്കണം. മിക്സ് ആക്കിയിട്ട് ഇത് വെള്ളം ഒന്നും ഒഴിക്കുകയേ ചെയ്യരുത്. തീ ഈ ഒരു ഫ്ലെയിമിലാണ് കിടക്കുന്നത്. കുറച്ചും കൂടെ തീ കൂട്ടിയിട്ടിട്ട് നല്ലപോലെ മിക്സ് ആക്കിയിട്ട് തീ കൂട്ടിയിട്ടിട്ട് നമ്മൾ ഇതങ്ങ് മൂടി വെക്കും. അപ്പോൾ ഇതൊന്ന് വെന്ത് വരണം നല്ലപോലെ.
ഓക്കെ. വെന്ത് വന്നു കഴിഞ്ഞിട്ട് വേണം ഇത് മാറ്റിയിട്ട് പിന്നെ ഇതിൻ്റെ ബാക്കി സാധനങ്ങളെല്ലാം ചേർക്കാൻ. ഇതിനകത്ത് വെള്ളം ഒഴിക്കുന്നില്ല കേട്ടോ. കണ്ടോ, ഇതിങ്ങനെ നല്ല സെറ്റായിട്ട് വെച്ചിട്ട് നമ്മൾ മൂടി വെക്കുക ചെയ്യുന്നത്. പിന്നെ ഇതിനകത്തെ വെള്ളം തന്നെ ഇറങ്ങി ബീഫിനകത്തെ വെള്ളം കൊണ്ട് തന്നെ ഇത് വെന്ത് വരും. ഇനി ഇത് കണ്ടോ, ഇതിങ്ങനെ ഇതിനകത്തെ വെള്ളം കൊണ്ട് തന്നെ ഇത് വേകണം. അപ്പോൾ നമ്മളിതങ്ങ് മൂടി വെക്കാം. ഇത് വേകട്ടെ. എന്ത് കഴിഞ്ഞിട്ട് വേണം അടുത്ത പരിപാടി. ഇതന്നെ അമ്മേ ബെഡ്ഷീറ്റ് ഒക്കെ മടക്കുവാണോ? അച്ഛൻ അവിടെ ബീഫ് കറി ഉണ്ടാക്കുക. ഷീറ്റൊക്കെ ഒന്ന് മാറ്റി വിരിക്കുമായിരുന്നു. കുറച്ച് ദിവസമായില്ലേ, അതുകൊണ്ട് ഷീറ്റെല്ലാം ഒന്ന് മാറ്റി വേറെ ഷീറ്റൊക്കെ ഒന്ന് വിരിക്കുമായിരുന്നു. അച്ഛൻ അവിടെ കറി വെക്കാൻ തുടങ്ങിയോ? വാ കറി വെക്കാം. ഇതൊന്ന് വിരിച്ചിട്ട് വരാം. കണ്ടോ, നമ്മൾ ശകലം പോലും വെള്ളം ഒഴിക്കാതെ വെക്കാം. ഇത്രയും വെള്ളമായി. അതുപോലെ വെള്ളമുണ്ട്. ഈ വെള്ളം ഏതാണ്ട് ഒരു വറ്റി തീരണം. വെന്ത് ഒരു പരുവാകുമ്പോഴത്തേക്കിനും നമുക്കൊരു കാര്യം ചെയ്താലോ, ഇത് ഇവിടെ ഇരുന്ന് വേകുമ്പോഴേക്കും ബാക്കി ഇതിന് ചേർക്കാൻ കുറെ സാധനങ്ങളില്ലേ, അതെല്ലാം കൂടെ മറ്റേ ഉരുളിക്കകത്ത് ഈ അടുപ്പിലോട്ട് വെച്ച് വഴറ്റിയെടുത്താലോ? സഹായിക്കാൻ തീരുമാനിച്ചോ? ഇങ്ങോട്ട് വരരുതെന്ന് ഞാൻ ഓർത്തതാ. പിന്നെ എനിക്ക് അങ്ങനെയല്ല, നിങ്ങൾ തന്നെ വെച്ച് തരുന്നത് എനിക്ക് ഇഷ്ടം. ആ ടേസ്റ്റ് പിന്നെ ഞാനും കൂടെ കൂടിയില്ലോ എന്ന് ഓർക്കുമ്പോ വേറൊരു ടേസ്റ്റ് ആയി പോയെങ്കിലേ. ഞാനേ ഇത് കുക്കറിലെ കറി വെക്കുവാണെങ്കിലും വെള്ളം ഒഴിക്കത്തേ ഇല്ല, വെള്ളം ചേർക്കാതെ. അതിനുള്ള ഗ്രേവി കിട്ടും വെള്ളം ചേർത്തില്ലെങ്കിലും. നമുക്ക് കുറച്ച് പെരുംജീരകം ഒന്ന് ചൂടാക്കി എടുക്കാം. ചൂടാക്കിയിട്ട് നമുക്ക് ചതച്ചെടുക്കാവേ. നമുക്ക് എണ്ണ ഒഴിച്ച് നമ്മൾ വറുത്തെടുത്താലോ? ആ എണ്ണ എടുക്കല്ലേ നമ്മടീ, ഞങ്ങള് കഷ്ടപ്പെട്ട് വെന്ത വെളിച്ചെണ്ണ എടുത്തു വെച്ചതാ. എന്തിനാന്നറിയോ? കാലെല്ലാം കയ്യെല്ലാം തേക്കാൻ മാത്രമേ തരുള്ളൂ. അതൊന്നും അറിയത്തില്ല, പക്ഷേ നല്ല സൂപ്പർ അല്ലേ ഇതിന്റെ മണം? അടിപൊളി മണമല്ലേ ഇത്. തേങ്ങ ചിരണ്ടി പാലെടുത്ത് ഇത് ഉരുളിക്കകത്തിട്ട് വറ്റിച്ച് എടുത്തതാണ് സാധനം. നമുക്ക് ആവശ്യമുണ്ട്. ഇവിടെ നല്ല തണുപ്പായതുകൊണ്ടേ എപ്പോഴും നമ്മുടെ സ്കിന്നെല്ലാം ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ടിരിക്കും. അതുകൊണ്ട് കാലിലും കയ്യിലും ഒക്കെ തേക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ചത്. ഇതേ ആ ഉരുളിക്കകത്ത് അത് വേകുമ്പോഴേക്കും നമുക്ക് ബാക്കി സാധനങ്ങൾ ഇതിലോട്ട് വഴറ്റാം. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഈ വെളിച്ചെണ്ണ റെഡിയായി വരുമ്പോഴത്തേക്കിനും ചൂടായി തേങ്ങാക്കൊത്തും ഒന്ന് വറുത്തെടുക്കാം. നമ്മൾ ബീഫെല്ലാം വെന്ത് വരുമ്പോഴത്തേക്കിനും നമുക്ക് ഈ തേങ്ങാക്കൊത്തും കൂടെ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. തേങ്ങാക്കൊത്ത് ഒരു ബ്രൗൺ കളർ ആകുന്നിടം വരെ നമുക്കൊന്ന് വറുത്തെടുത്താൽ മതി. പെരുംജീരകം എല്ലാം നന്നായിട്ട് പൊടിച്ചെടുത്തേ, നല്ലതായിട്ട് പൊടിച്ചില്ല, ഒരു ഇതൊന്ന് ബ്രൗൺ കളർ ആകുന്നിടം വരെ ആയി തുടങ്ങിയിട്ടുണ്ട്. ഇതൊന്ന് ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് മാറ്റി വെക്കാം. ആ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് പേസ്റ്റ് ആക്കണ്ട, ഒന്ന് കല്ലിനകത്തൊന്ന് ചവച്ചെടുക്കാം. നമ്മുടെ തേങ്ങ എല്ലാം മൂത്തേ. ഇനി നമുക്ക് ഇതിനകത്തോട്ട് വത്തലമുളക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിനകത്തോട്ട് ഓടല് പുറകോട്ടോടല് ഉരുളി ഇരിപ്പുണ്ട് അവിടെ. കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കാം. ഞാൻ പറഞ്ഞ ഓടല് മിക്സ് ചെയ്താൽ ഇനിയും പൊട്ടിത്തെറിക്കും. നീ ഇതും കൂടെ ഇട്ടോ, ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചും കൂടി ഇട്ടോ. നമ്മളെ വലിയ ഭയങ്കരമായിട്ട് അങ്ങ് ചേർത്തൊന്നും എടുത്തില്ല, ഒരു മീഡിയം നമുക്കൊന്ന് കടിക്കാൻ കിട്ടുന്ന പരിപാടി കേട്ടോ. അങ്ങനെ വേണ്ടായിരുന്നു, കടിച്ചാൽ കിട്ടണ്ടായിരുന്നില്ല, ടേസ്റ്റ് പോകും. അത്ര തിന്നുന്നതിന്റെ ഇടയിലേ ഇപ്പൊ നമ്മുടെ ഉള്ളിയും സവോളയും കൂടെ, ചെറിയ ഉള്ളിയും സവോളയും കൂടെ അരിഞ്ഞതാണേ, അതും കൂടെ ഇട്ട് കൊടുക്കാം. അതും കൂടെ ഒന്ന് ഇട്ട് കൊടുത്ത് നല്ലപോലെ വഴറ്റിയെടുക്കാം. വഴറ്റി ഒരു ബ്രൗൺ കളർ ആകുന്ന വരെ ആയി കഴിയുമ്പോഴത്തേക്കും അങ്ങ് നിർത്തിയാൽ കേട്ടോ. അത് ഇതിനകത്തിനുവാണോ ഇത് അതിനകത്തിനുവാണോ? അത് അതിനകത്തിടാനേ പറ്റത്തുള്ളൂ, അതല്ലേ വലിയ പാത്രം. നമുക്കന്ന് അതിനുള്ള ഉപ്പ് നിങ്ങൾ ഇട്ടില്ലായിരുന്നോ?
അപ്പം ഇതിനുള്ള ഉപ്പും കൂടെ നമുക്ക് ഇട്ടാം. ഇതൊന്ന് വഴട്ടിയെടുക്കാം. കുഞ്ഞേ, എനിക്ക് വിശക്കുന്നുണ്ട്. എനിക്ക് കുറച്ച് എന്നാ ഉള്ള കഴിക്കാൻ? ചിപ്സ് വല്ലതും ഇരിപ്പുണ്ടോ? ഒരു കുറച്ച് എടുത്തോണ്ട് വരാമോ? നമ്മളെ ശരിക്കുവേ ഈ ബീഫ് ഇതിനകത്തെ ബീഫിൻ്റെ വെള്ളം കൊണ്ട് തന്നെ വേണമെന്നും കൊണ്ടായിരുന്നു. പക്ഷേ സ്റ്റവിന് കുറച്ച് തീ കൂടുതലായിരുന്നു. അതുകൊണ്ട് ബീഫിൻ്റെ വെള്ളം കഴിഞ്ഞു. അപ്പോൾ നമ്മൾ വീണ്ടും വേവ് നല്ലപോലെ വെന്തിട്ടില്ല. അതുകൊണ്ട് നമ്മൾ കുറച്ചും കൂടെ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഒന്നുകൂടെ സെറ്റ് ചെയ്യുക. ശരിക്കും ആ വെള്ളത്തിൽ തന്നെ വെന്തേനെ, പക്ഷേ വേഗത്തില്ല. കാരണം നല്ല ബീഫിന് നല്ല വേവുണ്ട്. അതുകൊണ്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നമ്മളൊരു കുറച്ച് നേരം കൂടെ ഇരുന്നുണ്ട് അത് വെന്ത് തീർട്ടെ കേട്ടോ. തീ കുറച്ചിട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. നമ്മളിപ്പോൾ 2 കിലോ ബീഫാണ് ഇതിനകത്ത് നമ്മൾ വേവിക്കാൻ പറ്റും. ഇപ്പം ഇത് വെന്ത് 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 ഈ പരുവത്തിലായിട്ടുണ്ട്. സത്യം പറ, എനിക്ക് സംശയമുണ്ട് ഇവിടെ കുറച്ച് പേരെ വേഗത കഴിക്കാൻ പറ്റില്ല. അത് മാത്രമല്ല, ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പറയും ഇത് പെട്ടെന്ന് റെഡിയാക്കാം. പെട്ടെന്നൊന്നും ആവൂല. ബീഫ് റെഡിയാക്കണം എന്നുണ്ടെങ്കിൽ എങ്ങനെ പോയാലും 2 മണിക്കൂർ സമയം വേവിച്ചാൽ ഈ സാധനം റെഡിയാക്കുന്നു. അല്ലെങ്കിൽ പിന്നെ നമ്മൾ കുക്കറിനകത്ത് വേവിക്കാം. കുക്കറിൽ വെച്ച് ഒരു 4-5 ബിസിലൊക്കെ അടുപ്പിച്ചിട്ട് ആവി കളയാതെ അവിടെ തന്നെ വെച്ചേക്കുവാണെന്നുണ്ടെങ്കിൽ വെന്തിരിക്കും. ഇത് നേരെ തിരിച്ച് കുക്കറിനകത്ത് അല്ലാതെ നമ്മൾ ഉരുളിക്കകത്ത് തന്നെ ചെയ്തുകൊണ്ട് ഇതിലിപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ 2 മണിക്കൂറായി. ഞാൻ വെക്കുന്നത് എങ്ങനെയാണെന്നറിയോ? ഇതിനകത്ത് ചേർക്കാനുള്ള പൊടികളെല്ലാം ചൂടാക്കി ചേർത്ത് ചെറിയ ഉള്ളിയും കീറിയിട്ട് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കറിവേപ്പില എല്ലാം കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഇത് ഇളക്കും. ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇത് ഇളക്കിയിട്ട് കുക്കറി വെച്ച് 6 ബിസിലടുപ്പിക്കും. അത് എളുപ്പപ്പണി. എന്നിട്ട് അതങ്ങ് വെച്ചേക്കും. അത് എളുപ്പപ്പണി, ഇത് മെനക്കെട്ട പണി. അപ്പൊ അത് കറക്റ്റ് വെള്ളമായിരിക്കും. വെള്ളം ചേർക്കത്തേ ഇല്ല, പക്ഷെ അത് വെന്ത് കഴിയുമ്പോൾ കറക്റ്റ് വെള്ളമായിരിക്കും. അത് കുക്കറിനകത്ത് വെച്ച് കഴിഞ്ഞാൽ ഈ ടേസ്റ്റ് ഒന്നും കിട്ടത്തില്ല. ഇത് മെനക്കെട്ടിരുന്ന് ചെയ്യണം. നമുക്ക് 2 മണിക്കൂർ ഇളക്കി ഇരിക്കാൻ സമയം കിട്ടില്ലല്ലോ. അത് കൊള്ളാം. അപ്പൊ ഇന്ന് ഞാൻ കുഞ്ഞോട് പറഞ്ഞായിരുന്നു, ഇന്നത്തെ കുഞ്ഞ് എന്നോട് പറഞ്ഞായിരുന്നു ഓവർ കോൺഫിഡൻസ് ആണെന്ന്. കുഴപ്പമില്ല കേട്ടോ, ശരിയാക്കി തരാൻ. അതൊക്കെ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഈ വഴിക്കേ വരുവല്ലായിരുന്നു. നമ്മുടെ സവോള ഇതെല്ലാം നന്നായിട്ട് വഴന്നേ. ഇനി നമ്മൾ ഇതിനകത്ത് ചേർക്കാൻ പോകുന്നത്, ഇത് നമ്മൾ പെപ്പർ മസാല ഉണ്ടാക്കുന്നത് വെച്ചാൽ കുരുമുളക് കൂടുതൽ ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് മുളക് പൊടി കുറച്ചേ എടുത്തിട്ടുള്ളൂ. 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇതിനെ ഒന്ന് നന്നായിട്ട് ചൂടാക്കി എടുക്കാം. കൂടുതൽ കുരുമുളകും കുരുമുളക് നമ്മൾ ബീഫും കൂടി ഇട്ട് കഴിഞ്ഞിട്ട് അതിന്റെ മേളിൽ കൂടെ വെതറി കൊടുക്കാം. വെള്ളം എല്ലാം വറ്റി ബീഫ് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പൊ ഇത് എന്ന് പറഞ്ഞാൽ ഇതിന്റെ നെയ്യായി കിടക്കുന്നത്. നമ്മളിനി എണ്ണയൊന്നും ചേർക്കുന്നില്ല. കറക്റ്റ് ആ നെയ്ക്കകത്തോട്ട് നമ്മളിപ്പോൾ ഉണ്ടാക്കി റെഡിയാക്കി വെച്ചിരിക്കുന്ന സവോള എല്ലാം കൂടെ വഴറ്റി ഇതെല്ലാം കൂടെ നമ്മൾ ഇട്ട് കൊടുത്തു. തേങ്ങാക്കൊത്തും എല്ലാം കൂടെ ഇനി ഇതിനകത്തോട്ട് നല്ലപോലെ ഇളക്കി മിക്സ് ആക്കണം. കുഞ്ഞി, നമ്മൾ മുമ്പേ ആ പറിച്ച് വെച്ച പച്ചമുളകില്ലേ, പച്ചമുളകും കൂടെ ഒരു 2-3 കീറി എടുത്തോളൂ. പെരിഞ്ജീരകം പൊടിച്ച് വെച്ചും കൂടി ഇട്ട് കൊടുക്കാം. ഈ പെരിഞ്ജീരകം ഇനി ഇതിന്റെ മെയിൻ സാധനം വരാൻ പോകുന്നുണ്ട് കേട്ടോ. ഇതിനകത്ത് പെരിഞ്ജീരകത്തിന് ഞാൻ 2 ഗ്രാമ്പ് കൂടി ഇട്ടായിരുന്നേ. അത് കൊള്ളാലോ. അത് എന്നോട് പറയാൻ തന്നെ ചേർത്തേ. നമ്മുടെ ഇൻഗ്രീഡിയൻസ് മാറിപ്പോകും. ഓർത്തില്ല. ആണോ? ഇനി ഇതിനകത്തോട്ട് നമുക്ക് അടിപൊളി കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. കുരുമുളകാണ് ഇതിന്റെ മെയിൻ സാധനം കേട്ടോ. പെപ്പർ മസാല, ബീഫ് പെപ്പർ മസാല. ഈ കുരുമുളകും കൂടെ ഇട്ട് കഴിയുമ്പോഴത്തേക്കിന് അതിന്റെ ഒരു നല്ല അടിപൊളി ഒരു സ്മെല്ലാണ്. എല്ലാം കൂടി ഇട്ട് എരിവ് കൂടും. അതാണ് പ്രശ്നം. ഇത് പിന്നെ എരിവില്ലാത്ത മുളക് അല്ലേ? നല്ല ടേസ്റ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ ഇട്ട് നല്ല രീതിയിൽ അങ്ങോട്ട് ഫ്രൈ ആക്കി എടുക്കണം. എല്ലാ ദിവസവും ഇങ്ങനെ ഫ്രൈ ഉണ്ടാക്കി തരണമെന്ന് പറഞ്ഞാൽ നടക്കുകയില്ല കേട്ടോ. വല്ലപ്പോഴും വർഷത്തിലൊന്നൊക്കെ കിട്ടത്തുള്ളൂ. ഇത്രയും പണിയുണ്ടെന്ന് മാത്രമല്ല, നമുക്ക് സമയങ്ങൾ കിട്ടണ്ടേ. നമ്മുടെ അടിപൊളി ബീഫ് ഫ്രൈ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഒരു ശക്കലം കരിവേപ്പിലയും കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടാൽ സെറ്റപ്പാണ് കേട്ടോ. മല്ലിയിലേ തീർന്നു പോയേ.
തീർന്നു പോയോ? അതുകൊണ്ട് നമുക്ക് കരിയാപ്പല കൊണ്ട് മാത്രം adjust കഴിഞ്ഞ ചെയ്യാം. നമുക്ക് കരിയാപ്പല കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം. അച്ചമ്മച്ചി ഈ വഴിക്ക് വന്നില്ലേ? അച്ചമ്മച്ചിയെ റെസ്റ്റ് എടുക്കുക. 2-3 ദിവസമൊക്കെ കഴിയുമ്പോഴത്തേക്കും കല്യാണ പരിപാടിയൊക്കെ ഇല്ലേ, അതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നമ്മുടെ അടിപൊളി ബീഫ് ഫ്രൈ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. റെഡിയായി. അപ്പോഴേ നമ്മൾ ഫ്രൈ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് എടുത്ത് നോക്കാം. എങ്ങനെയുണ്ട് കുഞ്ഞി? സെറ്റായിരിപ്പുണ്ട്. ആണോ? അടിപൊളി സാധനമാണോ? അപ്പം നമുക്ക് എടുത്തിട്ടേ അച്ചമ്മച്ചിക്ക് ചേട്ടാച്ചനൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം. നമുക്കിതൊന്ന് പറയട്ടെ എങ്ങനെ ഉണ്ടെന്ന്. നമുക്ക് എടുത്തു വെച്ചേക്കാം. ഇനി ഇതിന് വല്ല കുറ്റവും പറഞ്ഞാൽ ഞാൻ ഇനി മേലെ അടുക്കളയിൽ പിന്നെ നിരോധിക്കുമോ? അടുക്കള നമ്മൾ ഉപേക്ഷിക്കുമോ? കാണിച്ചേ. നമ്മളെ എന്ത് സാധനമാണെങ്കിലും കഴിക്കുമ്പോഴേ പ്ലേറ്റ് സെറ്റ് ചെയ്ത് ഇരിക്കുന്ന കാണുമ്പം നമുക്ക് കഴിക്കാൻ തോന്നണം. 2 സവോളയും ഒരു ശർക്കരം കരിയാപ്പിലും കൂടെ വെച്ചാലേ ഒരു സമാധാനം വരുന്നുള്ളൂ. കാണുമ്പോ ഒരു ഭംഗി വേണ്ടേ? ഡെക്കറേഷൻ. ബീഫിന്റെ കൂടെ കഴിക്കാൻ ബീഫിന്റെ കൂടെ ഇന്നൊന്നും തരുന്നില്ല. ബീഫ് മാത്രം കഴിച്ചിട്ട് കിടന്നു. ഇല്ലില്ല, ശകലം ചോറ് വേണമെങ്കിൽ തരാം. അപ്പൊ ഇരുന്ന് എല്ലാവരോടും ഇരുന്നിട്ട് ഈ സാധനം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പറഞ്ഞു. കഴിച്ചു നോക്കി. ഞാൻ ഇന്നത്തെ കൊണ്ട് അടുക്കള കയറ്റം നിർത്തി. നിർത്തും. എന്നാ നിങ്ങൾ ഇത്രയും ടേസ്റ്റ് ആയിട്ടൊക്കെ ഉണ്ടാക്കി തരുമ്പോ പിന്നെ ഞങ്ങൾ എന്തിനാ വെറുതെ കഷ്ടപ്പെടുന്നത്? നിങ്ങളാണ് ഇത് പെട്ടെന്ന് ഉണ്ടാക്കും. ഞങ്ങളിത് ഉണ്ടാക്കുമ്പം ഇതിന്റെ പരിവല്ല നോക്കി ഇതെങ്ങനെ കുഴപ്പമില്ലാതെ ഉണ്ടാക്കാമെന്നെല്ലാം ആലോചിച്ച് പിടിച്ച്. അതാ പറഞ്ഞത്, ഞങ്ങൾ ഉണ്ടാക്കാൻ 2-3 മണിക്കൂർ എടുക്കും. നിങ്ങളതെല്ലാം പെട്ടെന്ന് റെഡിയാകും. സാരമില്ല, ഞങ്ങൾ വെയിറ്റ് ചെയ്തോ. ഞങ്ങൾക്ക് പേടി ചെയ്ത് തന്നെ നിങ്ങൾ ഇത് മോശമായി പോയി കഴിഞ്ഞാൽ നിങ്ങൾ എന്തെങ്കിലും ഒക്കെ പറയൂ. അയ്യോ, കഴിച്ചു നോക്കിയാ എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? ആണോ? അവിടുന്ന് ഒരു അഭിപ്രായം വരാനാ പാട്. എനിക്ക് പക്ഷേ ഇത് തിന്നാൻ സൂപ്പർ സാധനം. കൊള്ളത്തില്ലെന്ന് പറഞ്ഞാൽ അച്ഛൻ അടുക്കള കയറത്തില്ലെന്ന് നിർത്തിയല്ലോ അറിയാമോ? ഞാൻ എനിക്ക് പക്ഷേ ഇത് തിന്നാന്ന് പറഞ്ഞ് നിർത്തിയതിന്റെ കാര്യം എന്താ അറിയാമോ? കൊളസ്ട്രോളിന് മരുന്ന് കഴിക്കുന്നുണ്ട്. അതുകൊണ്ടാ അങ്ങനെ പറഞ്ഞ് നിർത്തിയത്. ഒരു കാര്യം ചെയ്യും, കുഴപ്പമില്ല. കൊളസ്ട്രോളും പിന്നെ കൊളസ്ട്രോളിന് കാന്താരി കഴിക്കാം. ഇത് കഴിക്കുന്ന കൂട്ടത്തിൽ 2 കാന്താരിയും കൂടെ കഴിക്കാം. ഇനിയിപ്പോൾ ഇത് തന്നെ ആയിരിക്കണമെന്നൊന്നുമില്ല കൊളസ്ട്രോളിന്റെ കാരണം. അങ്ങനെ പ്രശ്നങ്ങളൊന്നും വരാറില്ല. ഒരു സമയമാകുമ്പോഴത്തേക്കിനൊക്കെ വരുന്നോ. അപ്പം ഞാൻ കഴിച്ചു നോക്കട്ടെ. എങ്ങനെയുണ്ട്? അല്ലേ? അടിപൊളിയല്ലേ? ആണോ? ആർക്കറിയാം. ആണോ? അങ്ങനത്തെ ഒരു തൃപ്തി ഇല്ലാത്ത പോലെ. എനിക്ക് ബീഫൊക്കെ കറി വെക്കുന്നേക്കാളും ഇഷ്ടം ഇങ്ങനെ ഡ്രൈ ആയിട്ട് ചിക്കനും അല്ലാതെ. അപ്പൊ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.